ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂടുതൽ എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ എണീറ്റ് വരുമ്പോഴേക്ക് അനിയത്തി എല്ലാം ഡബ്ബയിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് മരുന്നൊക്കെ. അത് നല്ലോണം തണിയണം, അപ്പോഴേ ആക്കാൻ വയ്യോ. അതുകൊണ്ട് പിന്നെ രാത്രി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ മരുന്നൊക്കെ ഒന്ന് ത്രാസിൽ വെച്ചിട്ട് തൂക്കിയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു ബാച്ചിൽ 7 കിലോനാണ് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മുടെ ചെറിയ ഉരുളിയായതുകൊണ്ട് 7 കിലോ മാത്രമേ അതിലുണ്ടാക്കും. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. അതിൻ്റെ ബാക്കി ഇതാ ഇത്ര പോരെ ഉണ്ട്. അത് പാത്രത്തിലിട്ടിട്ട് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി തിന്നൊക്കെ ചെയ്യുന്നു. പിന്നെ അത് ഒറ്റ കൈ കൊണ്ട് എടുക്കുന്നുണ്ടാണ് വരാത്തത് വേഗം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പൊടി തിന്നുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി ഉപ്പാൻ്റെ ആ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ വെച്ചിട്ട്. ഇൻഷാല്ല അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പൊടിക്ക് ഒരുപാട് ഫാൻസ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഉപ്പാക്ക് നല്ലോണം സന്തോഷമായിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതൊക്കെ റെഡി ആയതിന് ശേഷം ഇതാ ഞാൻ നാസ്ത കഴിക്കുന്നുണ്ട്. ഒരു 11:30 മണിക്കാണ് നാസ്ത കഴിച്ചത്. നല്ല അടിപൊളി കൽത്തപ്പം പിന്നെ ചെമ്മീൻ കറിയാണ് ഉണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട്. കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ ദൂരത്തേക്ക് മരുന്ന് അയച്ചു തരുമെന്ന് വെച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ പുറത്തേക്ക് ഡെലിവറി ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ അയൽനാട്ടിലുള്ളവരൊക്കെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകാനാണ് മരുന്ന്. ദൂരത്തുനിന്ന് വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ DTDCയോ അല്ലെങ്കിൽ പോസ്റ്റോയോ അന്വേഷിച്ച് കാര്യങ്ങൾ പറയാമെന്ന്. അപ്പോൾ ഓരോരുത്തർക്കും വിളിച്ച് പറയാനുള്ള ബുദ്ധിമുട്ട് ാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് അവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റിലും DTDCയിലും ഒക്കെ ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ് 1 കിലോന് വെച്ചാകുന്നത്. അപ്പോൾ 500 രൂപയാണ് ഞങ്ങളെ മരുന്നിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 100 രൂപ കൂടെ നിങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങൾ മരുന്ന് കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ ഞങ്ങൾക്ക് വീണ്ടും വിളിക്കുക ആ നമ്പറിലേക്ക്. ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ ഞാൻ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം നിങ്ങൾക്ക് കിട്ടും. പിന്നെ മരുന്ന് ഞങ്ങൾ ഓർഡർ പ്രകാരം ഉണ്ടാക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാകില്ല. എന്തായാലും പറഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മരുന്ന് കിട്ടൽ. അപ്പോൾ അങ്ങനെ വേണമെന്നില്ലവർ വിളിക്കുക കേട്ടോ. മരുന്നിൻ്റെ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് റെസിപ്പി ഇടുമെന്ന് വെച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ അപ്ലോഡ് ആക്കൂല. കാരണം മരുന്ന് ഉണ്ടാക്കുന്നത് തന്നെ ആർക്കും കാട്ടിക്കൊടുത്തുകൂടാന്നാണ് ഉമ്മ ഒക്കെ പറയൽ. അത് പകലുണ്ടാക്കിക്കൂടാ, രാത്രിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടുന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പകലൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. അതിൻ്റെ അടുത്ത് ഇരുമ്പൊക്കെ വെക്കണം. അങ്ങനത്തെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ആ മരുന്ന് ഉണ്ടാക്കുമ്പോഴുണ്ട്. പിന്നെ അത് ഞങ്ങൾ കടയിൽ നിന്ന് അതിൻ്റെ കിറ്റ് വാങ്ങിയിട്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുമ്പം നമ്മളിപ്പോൾ സ്നാക്സ് അതൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുമ്പം അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നിന് ഒരുപാട് ഓർഡർ കിട്ടാറുണ്ട്. ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ട് ഡബ്ബയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടി ഉണ്ടാക്കിയാലേ അവർക്ക് കൊടുക്കാനെങ്കിൽ ഒരു ടീമിന് തന്നെ 10 കിലോ വരെ ഓർഡർ ഉണ്ട്. ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങളുടെ മരുന്ന് കടലും കടന്ന് അക്കരയിലേക്ക് പോവുകയാണ്. എല്ലാ കൊല്ലവും പോകാറുണ്ട്. ആരെങ്കിലായിട്ടും കടലിന് എത്തിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് മരുന്നും ഉണ്ടാക്കാനുണ്ട്. പിന്നെ സ്നാക്സിനുള്ള ഓർഡറും ഉണ്ട്. അപ്പോൾ സ്നാക്സിനുള്ള ഓർഡർ വ്യാഴാഴ്ചത്തേക്കാണ്. പിന്നെ മരുന്ന് ബുധനാഴ്ച തന്നെ വേണം. എന്താ വെച്ചാൽ 30-ാം തീയതി ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിനെ കണ്ടാൽ വിചാരിക്കും പിന്നെ വെണ്ണീറിലായിട്ട് അടുപ്പിൽ നിന്ന് വേവിച്ചെടുത്തതാണെന്ന്. അത്രക്ക് കരിയുണ്ടതിന് ഉള്ളിൻ്റെ തൊലിൻ്റെ പുറത്ത്. എന്നിട്ട് അത് നല്ല പോലെ ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ നമ്മളേതായ രീതിയിൽ അങ്ങ് ഉണ്ടാക്കുമ്പം നല്ല ക്ലീനായി നീറ്റിലല്ലേ ഉണ്ടാക്കല്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കുന്നതെന്നില്ല, ഒരു മനസ്സിലൊരു നിയത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കൽ. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഞങ്ങളുടെ പണികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് വാങ്ങുന്നവർക്ക് ധൈര്യത്തിൽ വാങ്ങിയിട്ട് കഴിക്കുക. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ട്. പിന്നെ മറ്റേ ഒരുപാട് ഉണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴുക്കി വിടും. ഇതിന് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് നല്ല പോലെ ഒരിച്ച് കഴുകിയാൽ ഉള്ളീൻ്റെ കളറ് ഇതുപോലെ ആയി കിട്ടുന്നല്ലോ. പിന്നെ ഇതാ ഞാൻ
ഉള്ളിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. മരുന്നിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അനിയത്തി പുറത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് എന്നെ കൊണ്ട് കഴിയുന്ന പണി ഞാൻ ഉള്ളിന്ന് എടുക്കുന്നതാണ്. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അതേ അടുപ്പ് തന്നെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം തിളക്കുന്നത് വരെ വെറുതെ ഇരിക്കണ്ട എന്നും വിചാരിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ട്. എന്നെ കൊണ്ട് പണിയെടുക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ പണി സ്റ്റാർട്ട് ചെയ്ത് ഓർഡറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ട്. ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. പേഴ്സണലായിട്ടും പിന്നെ കമന്റിലായിട്ടും ഒരുപാട് പേര് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇനി ഇടണോന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായത് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടല്ലേ ഞങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങിയത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് എല്ലാവരുടെയും കമന്റ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനിയും ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. പിന്നെ എല്ലാവരും അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന അറിവ് ഓരോരുത്തർക്കും നൽകുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ട് എന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ, എനിക്കറിയുന്നത് പോലെ, ഞാൻ വലിയ അറിഞ്ഞ ആളൊന്നല്ല, എന്നാലും എന്നെക്കൊണ്ട് അറിയുന്നത് പോലെ ഞാൻ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ ഒന്നും ഞാൻ വെച്ച് നിൽക്കാറില്ല. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്തോട്ടെ എന്നേ ഞാൻ വിചാരിക്കലല്ലോ. പിന്നെ അറിയുന്നത് അറിയില്ല എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഞാനിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അവർക്കും അതുപോലെ ബിസിനസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. പിന്നെ ഇനി കുറേ ആൾ ചെയ്താലും എനിക്കൊന്നും കിട്ടില്ല എന്നില്ല ഒരു ഇതും എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ പടച്ചവൻ എനിക്ക് നൽകിയത് അത് എനിക്ക് തന്നെ തരും, വേറെ ആർക്കും കൊടുക്കൂല. എനിക്ക് കിട്ടേണ്ട ഓർഡർ എന്തായാലും എനിക്ക് തന്നെ കിട്ടൂലേ. ആ ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാം പറഞ്ഞുതരും. അതുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും പേഴ്സണലായിട്ടും പിന്നെ എന്നെ വിളിച്ചിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിനും ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഫോൺ നോക്കുന്ന സമയമായിരിക്കും, വേറൊന്നും നോക്കിയിട്ട് വാട്സപ്പ് നോക്കൽ കുറവായിരിക്കും. എന്നാലും ഞാൻ യൂട്യൂബിൽ കമൻറ്റ് വന്നിനോ നോക്കിയിട്ട് എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ എന്നെ അത്രയും ഇഷ്ടപ്പെട്ട് അവരെ സമയം കളഞ്ഞ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സമയം കളഞ്ഞ് എൻ്റെ വീഡിയോ കാണുന്നതിനുള്ള റെസ്പെക്റ്റ് അവർക്ക് ഞാൻ കൊടുക്കണം എന്നില്ല പൂർണ്ണ ബോധത്തോടെ തന്നെയാണ് എല്ലാവരും കമൻറ്റ് അയച്ചാൽ ഞാൻ അതിന് റീപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇടുക. അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ, മോശമായി എന്ന് പറഞ്ഞാൽ മോശമായി, നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ സ്വീകരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അറിയുന്ന അറിവ് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്കത് മാറ്റാനും തിരുത്താനും ഒക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റിലിടുക. അങ്ങനെ ഞാൻ മരുന്നിൻ്റെ സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. ചെമ്മീൻ കറി, രാവിലത്തെ കറി തന്നെയാണ്. പിന്നെ പയർ വറുത്തതുണ്ടായിന്, ചെമ്മീൻ ഫ്രൈയും ഉണ്ടായിന്. അതൊക്കെ കൂട്ടിയിട്ട് ചോറ് വഹിച്ചിട്ടുണ്ട്. ചോറ് വഹിക്കുന്നത് മരുന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മരുന്നൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നീണ്ട ഒരു 3-3.5 മണിക്കൂർ അത് ഇളക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തി വന്നിട്ട് ചോറ് വഹിച്ചിട്ടുണ്ട്. ഓളെ ഇളക്കാനാക്കിയിട്ട് ഞാനും വന്ന് ചോറ് കഴിച്ചതാണ്. പിന്നെ ഇതാ വീണ്ടും മാറി മാറി ഓരോരുത്തരല്ല, ഞാൻ കുറച്ച് സമയം ഇളക്കും, പിന്നെ അനിയത്തിയും ഇളക്കും. അങ്ങനെ മാറി മാറി നീണ്ട 3.5 മണിക്കൂർ ഇളക്കലിനൊടുവിൽ ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ മരുന്ന് വേണ്ടവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ മരുന്ന് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നീണ്ട 3.5 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ഇതാ മരുന്ന് സെറ്റായിട്ട് ഉപ്പാനെയും കൂട്ടിയിട്ടാണ് അനിയത്തി ഇറക്കി വെച്ചത്. കാരണം എനിക്ക് പറ്റൂലല്ലോ, അതുകൊണ്ട് ഉപ്പാവും ഓളും കൂടിയിട്ട് അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അമ്മ പഴത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന് ഓർഡർ വ്യാഴാഴ്ചത്തേക്ക് കായ്യടയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴം കൊണ്ടു തന്നതാണ് ആൾ. ഞാൻ വീഡിയോ എടുക്കുന്നതാണോ നല്ല ചിരിക്കുന്നുണ്ട് വീഡിയോയിൽ വരാൻ. അങ്ങനെ പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കുറച്ച് സമയം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 4 മണി വരെ ഞാൻ കിടന്നിട്ടുണ്ട്. കുറേ സമയം നിൽക്കുമ്പം കുറച്ച് സമയം വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് പണീൻ്റെ ഇടയിൽ. അങ്ങനെ അതിന് ശേഷം ഞാനിതാ അടുക്കളയിലേക്ക് വന്നിട്ട് എനിക്ക് പഴംപൊരി തിന്നാനൊരു മോഹം. അങ്ങനെ നല്ല പഴുത്ത പഴം ഉണ്ടായിന്. പിന്നെ അതെടുത്തിട്ട് ഒരു 3 പഴം ഉണ്ടായിന്. അതിനെക്കൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയൊക്കെ കലക്കി എടുക്കുകയായിരുന്നു. ഞാൻ പിന്നെ മൈദ കലക്കുമ്പം അതിൽ
പിന്നെ അപ്പക്കാരോ ഒന്നും ചേർക്കാറൊന്നുമില്ല. ജസ്റ്റ് മൈദ, പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് വെള്ളത്തിൽ സാധാ നൈസായിട്ടൊന്ന് കലക്കിയെടുക്കുന്നതാണ്. പിന്നെ ഇതാ ഓരോ പീസും പഴം അതിൽ മുക്കിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ പച്ചരിയൊക്കെ കൂട്ടിയിട്ട് പൊരിച്ചതാണ്. ഇങ്ങനെ പൊരിക്കുന്നതിനെക്കാട്ടിയും എനിക്കിഷ്ടം. പക്ഷേ ഇത് പെട്ടെന്ന് എനിക്ക് തിന്നാൻ തോന്നിയതായതുകൊണ്ട് പിന്നെ പച്ചരിയൊന്നും പുതിർത്താനില്ല, ടൈം കിട്ടിയിട്ടുണ്ടായിട്ട്. അതുകൊണ്ടാണ് ഒരു തട്ടിക്കൂട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുത്തത്. കുട്ടികളൊക്കെ സ്കൂളും വിട്ട് വരുമ്പോൾ അവർക്കും കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. അവർ 5:30-6 മണിയൊക്കെ ആകും എത്താൻ വേണ്ടിയിട്ട്, ക്ലാസ്സൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ അങ്ങനെ വേഗം ഇതാ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നു. നേരത്തെ ഒരു സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. ഒരുപാട് സന്തോഷമായി ആ മെസ്സേജൊക്കെ കേട്ടപ്പോൾ വോയിസ് അയച്ചതാണ്. പിന്നെ എന്നെ കുറിച്ചിട്ട് എല്ലാവരും നാട്ടിലൊക്കെ ചർച്ചയാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അറിയപ്പെടാൻ തുടങ്ങി, ഞാൻ കുറച്ച് ഫേമസ് ആയി എന്നൊക്കെ അറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലല്ലോ, ഞങ്ങളെ ആരും അറിയുന്നൊക്കെ. അപ്പോൾ അങ്ങനെ അറിഞ്ഞെന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 2 കൂടിയിരുന്നവർക്കൊക്കെ എന്നെ ഒരു ചർച്ചാ വിഷയമാക്കിയതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ഇടാൻ തോന്നുന്നതും ഞാൻ വീഡിയോ ഇടുന്നതും. ഇങ്ങനെ വയ്യാണ്ട് കിടന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സ്നാക്സിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യവും അതുപോലത്തെ വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കുമ്പോൾ തന്നെ ആ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ഇത് കണ്ണ് കൊള്ളാനോ കണ്ണ് വെക്കാനോ ഒന്നുമല്ല. എനിക്ക് പറ്റുന്ന അറിവ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും കണ്ണ് വെക്കാണ്ടിരിക്കുക. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനിയും ഒരുപാട് ഞാൻ റെഡിയായി വരാനുണ്ടത്രേ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നും എന്നെ ഉൾപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി പറയാമെന്ന്. കാരണം എന്ന് വെച്ചാൽ അത്ര വേദനാജനകമായിട്ട് തന്നെയാണ് ഞാനില്ലത്. അങ്ങനെ ഇതാ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണ്ടക്കോയലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ പഴം പൊരിച്ചിട്ട് ബാക്കി ഉണ്ടാവൂലേ, അത് കോരുത്തിയപ്പോൾ ഒഴിക്കും പോലെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ, പഴമൊന്നും ഇല്ലാത്തത് ഇങ്ങനെ അത് ചൂടോടെ ഇങ്ങനെ കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ട്. പിന്നെ പഴംപൊരിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉണ്ടക്കോയലെന്നാ അങ്ങനെന്തോ നമ്മളിവിടെ അങ്ങനെയൊന്നല്ല പറയൽ. അത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ നമ്മൾ വിളിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല. പിന്നെ അങ്ങനെ ഇതാ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. ഇതാ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെത്തി ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ കിടന്ന് അതിന് ശേഷമാണ് വന്നിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ റോളിന് വേണ്ടിയിട്ടില്ല ദോശയൊന്നും ചുടാൻ വേണ്ടിയിട്ട് കൈയൊന്നും വഴങ്ങി വരുന്നില്ല. കാരണം 1 മാസത്തിന് മേലെയായി ദോശയൊക്കെ ചുട്ടെടുത്തിട്ട്. അപ്പോൾ കൈയൊന്നും ഇങ്ങനെ വഴങ്ങുന്നുണ്ടായിട്ടില്ല, എന്തോ മറന്ന പോലെ തന്നെ ഉണ്ടായത്. അങ്ങനെ ഞാൻ ഒരു പാത്രം പിന്നെ ദോശയൊക്കെ ചുട്ട് എടുത്തതിന് ശേഷം അനിയത്തി പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാം, നീ നിന്നിട്ട് ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിത്തരാം, നീ അതൊന്ന് റോളാക്കി എടുത്തോന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാം എനിക്ക് മറന്നിട്ടുണ്ടായിനി. റോളാക്കാലും അങ്ങനെ തന്നെ ഒരു 2-3 റെഡിയാക്കിയപ്പോൾ പിന്നെ ശരിയായിക്കൊണ്ടും വന്ന്. പിന്നെ പഠിക്കുന്ന ആളെ പോലെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ ഇതാ ഞാൻ വേഗം ചിക്കൻ്റെ റോളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓള് ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം റോളാക്കി കൊടുക്കുകയും ചെയ്ത്. ഓള് ബ്രെഡൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് വേണ്ടതുകൊണ്ട് തന്നെ ഒന്നും പാക്കാക്കണ്ട, പിന്നെ ഡബ്ബയിലിട്ടിട്ട് വെച്ചാൽ മതി. വ്യാഴാഴ്ച ഒരു 12 മണി 12:30 ആകുമ്പം വേണ്ട സാധനമാണ്. അപ്പോൾ അത് ഞങ്ങൾ ചിക്കൻ റോള് മാത്രം ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ബാക്കി വ്യാഴാഴ്ച ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളത് ഡബ്ബയിലും ആക്കി വെച്ച് ബാക്കിയുള്ളത് പിന്നെ പാക്കിങ്ങോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്തതിന്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബുധനാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ റെസിപ്പികളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.